രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 31-ാമത്തെ അധ്യായം നാരദൻ പ്രചേതസ്സുകളെ ഉപദേശിക്കുന്നു. ശ്ലോകം 21 മുതൽ 25 വരെ വായിക്കാം. ന ഭജതി കുമനീഷിണാം സയുജ്യാം ഹരി അധനാം ആത്മാധന പ്രിയോരസജ്ഞ ശ്രുതധന കുലകർമ്മണാം മതേര്യേ വിദധതി പാപമകിഞ്ചനേഷു സത്സു. ശ്രിയമനുചരതീം തദർത്ഥിനശ്ച വിപപദപദീൻ വിബുധാം ചയത്സ്വപൂർണ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ കഥം അമും ഉദ്ദിസൃജേത് പുമാൻ കൃതജ്ഞ. മൈത്രേയ ഉവാച ഇതി പ്രചേതസോ രാജൻ അന്യാശ്ച ഭഗവത്കഥാഃ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയോ സ്വയംഭുവോ മുനിഃ. തേഭി തന്മുഖമിത്യാദം യശോ ലോകം അമലാപഹം ഹരേർനിശമ്യ തത്പാദം ധ്യായന്താ തദ്ഗതിം യയോ. ഏതത്തെ അഭിഹിതം ശക്തർ യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. കീർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. അനുത്തരം അഗജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 31. നാരദൻ പ്രചേതസ്സുകളെ ഉപദേശിക്കുന്നു. ശ്ലോകം 21. ന ഭജതി കുമനീഷിണാം സ ഇജ്യാം ഹരിരധനാത്മധന പ്രിയോരസജ്ഞഃ ശ്രുതധന കുലകർമ്മണാം മതൈര്യേ വിദതി പാപമകിഞ്ചനേഷു സത്സു. വിവർത്തനം. എ.സി. ഭക്തി വേദാന്ത സംശ്ല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭൗതിക പദവികളില്ലാത്ത ഭഗവാന്റെ ഭക്തിയുത സേവന പദവി നേടുന്നതിൽ പൂർണ്ണമായി സന്തോഷിക്കുന്ന ഭക്തന്മാരിൽ വളരെ പ്രിയങ്കരനാണ്. തീർച്ചയായും അത്തരം ഭക്തന്മാരുടെ ഭക്തിയുത സേവന കർമ്മങ്ങൾ ഭഗവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഭൗതിക വിദ്യാഭ്യാസം, സമ്പത്ത്, കുലീനത, ഫലേച്ഛാ കർമ്മങ്ങൾ മുതലായ ഭൗതിക നേട്ടങ്ങളിൽ അഭിമാനം കൊണ്ട് സ്വയം ഊതിപ്പെരുപ്പിക്കുന്ന ഗർവിഷ്ഠരുണ്ട്. അവർ പൊതുവെ ഭക്തന്മാരെ വഴിതെറ്റിക്കാറുണ്ട്. അത്തരം ആളുകൾ ഭഗവാന് എന്തെങ്കിലും സമർപ്പിച്ചാൽ പോലും ഭഗവാൻ ഒരിക്കലും അത് സ്വീകരിക്കില്ല. ശ്രിയമനുചരതിം തദർത്ഥിനശ്ച വിപദപതീൻ വിപുദാംശ്ച യത്സ്വപൂർണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ കഥമമുദ്വിസൃജേത് പുമാൻ കൃതജ്ഞഃ. വർത്തമാനം. എ.സി. ഭക്തി വേദാന്ത സംശ്ല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം പര്യാപ്തനാണെങ്കിലും ഭക്തന്മാരുടെ ആശ്രിതനായി മാറുന്നു. അദ്ദേഹം ഭാഗ്യദേവതയെയോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഭാഗ്യദേവതയുടെ പിന്നാലെ പായുന്ന ദേവന്മാരെയോ രാജാക്കന്മാരെയോ ഗൗനിക്കാറില്ല. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കാതെ കൃതാർത്ഥനായ ഒരു വ്യക്തി എവിടെയാണുള്ളത്?
മൈത്രേയ ഉവാച ഇതി പ്രചേതസോ രാജൻ അന്യാശ്ച ഭഗവത്കഥാഃ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വയംഭുവോ മുനിഃ. വിവർത്തനം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. മഹാമുനി മൈത്രേയൻ തുടർന്നു, എന്റെ പ്രിയപ്പെട്ട രാജാവ് വിതുര, ബ്രഹ്മദേവന്റെ പുത്രനായ ശ്രീ നാരദമുനി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായുള്ള ബന്ധങ്ങളെപ്പറ്റി പ്രചേതാക്കളോട് ഇപ്രകാരം വിവരിച്ച ശേഷം ബ്രഹ്മലോകത്തേക്ക് മടങ്ങിപ്പോയി. ദേപിത്തന്മുഖ നിർയാതം യശോലോകമലാപഹം ഹരിർനിശമ്യ തത്പാദം ധ്യായന്തഃ സത്യദിം യയുഃ. ധ്യായന്തസ്തഗതിം യയുഃ. വിവർത്തനം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. ലോകത്തിലെ സകല ദൗർഭാഗ്യങ്ങളെയും കീഴടക്കുന്ന ഭഗവാന്റെ മഹത്വങ്ങൾ നാരദന്റെ നാവിൽ നിന്ന് ശ്രവിച്ച പ്രചേതാക്കളും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ ആസക്തരായി തീർന്നു. ഭഗവാന്റെ പങ്കജ പാദങ്ങളിൽ ധ്യാന നിമഗ്നരായ അവർ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് പുരോഗമിച്ചു. ഏതത്തേ വിഹിതം ക്ഷത്തഃ യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. വിവർത്തനം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. എന്റെ പ്രിയപ്പെട്ട വിതുര, നാരദനും പ്രചേതാക്കളും തമ്മിൽ ഭഗവാന്റെ മഹത്വങ്ങളെപ്പറ്റി നടത്തിയ സംവാദങ്ങൾ സംബന്ധിച്ച നിന്റെ അന്വേഷണങ്ങൾക്കെല്ലാം എന്നാൽ കഴിയും വിധം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അനുത്തര കൃഷ്ണ ദേവിദാസി മതജി. ഹരേ കൃഷ്ണ. അപ്പോൾ നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് ഭഗവാന്റെ സേവനം ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പരിപൂർണത. ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാകുന്നത് ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമാണ്. ഭഗവാൻ ഹരിയുടെ സേവനത്തിലൂടെ മാത്രമാണ്. ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ എല്ലാ ദേവീദേവന്മാരെയും ഒരേപോലെ സംതൃപ്തരാക്കാൻ സാധിക്കുമെന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. യഥാ തരോർമൂല നിഷേചനേന, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ജലസേചനം ചെയ്യുന്നത് പോലെയാണ് ഭഗവാനെ സേവിക്കുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുന്നത്. ആ ഭഗവാനെ സേവിച്ചാൽ മാത്രം എല്ലാ ദേവന്മാരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും. ഭഗവാനെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല, എല്ലാവരെയും, എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയുള്ള ഭക്തനെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം, എങ്ങനെയാണ് ഭഗവാനെ വളരെ എളുപ്പത്തിൽ സംതൃപ്തനാക്കാൻ സാധിക്കുന്നത് എന്നും നാരദ മഹർഷി പറഞ്ഞു. 3 സ്വഭാവ ഗുണങ്ങളുള്ള ഭക്തനെ ഭഗവാന് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാനെ സംതൃപ്തനാക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ ശ്ലോകത്തിൽ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേനവ സർവേന്ദ്രിയോപശാന്ത്യാച തുഷ്യത്യാശു ജനാർദ്ദന. ദയയാ സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യമുള്ള വ്യക്തി. എല്ലാവരും ഉയർന്നു വരണം, എല്ലാവരും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരണം എന്ന് കാരുണ്യപൂർവം ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തി. കരുണ, ഭൂതദയ ഭഗവാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ്. സന്തുഷ്ട്യാ ഏന കേനവ, രണ്ടാമത്തെ സ്വഭാവം എന്താണോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നത് അതിൽ സംതൃപ്തനായിരിക്കുക. കൂടുതൽ കൂടുതൽ ഭൗതിക നേട്ടങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുന്ന വ്യക്തി, അതാണ് രണ്ടാമത്തെ സ്വഭാവം. ഭൗതിക നേട്ടങ്ങളിൽ ആഗ്രഹമില്ലായ്മ, കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടുന്ന സ്വഭാവം. യദൃച്ഛാ ലാഭസന്തുഷ്ടം, എന്താണോ കിട്ടിയത് അതുകൊണ്ട് തൃപ്തനാകുന്ന സ്വഭാവം, ഇത് രണ്ടാമത്തെ സ്വഭാവം. സർവേ ഇന്ദ്രിയോപശാന്ത്യാം, ഇന്ദ്രിയ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളെ അനിയന്ത്രിതമായി ഉപയോഗിക്കാതിരിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഈ 3 സ്വഭാവം, ഈ 3 സ്വഭാവമുള്ള ഭക്തന്മാർക്ക് ഭഗവാനെ വളരെ എളുപ്പത്തിൽ സന്തുഷ്ടനാക്കാൻ സാധിക്കുമെന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള 21ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയുള്ള ഭക്തനോടാണ് ഭഗവാൻ കൂടുതൽ അടുക്കുന്നത് എന്ന് പറയും.
മറ്റ് ഭൗതിക ആഗ്രഹങ്ങൾക്കൊന്നും അല്ലാതെ എനിക്ക് ഭഗവാന്റെ ഭക്തി നേടണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം, ഭഗവാന്റെ ഭക്തിയിൽ ഇരിക്കുകയാണ് എനിക്ക് വേണ്ടത്, ഭഗവാന്റെ ആശ്രയത്തിൽ ഇരുന്നാൽ മാത്രം മതി, വേറെ ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഭക്തി ചെയ്യുന്ന വ്യക്തികളെ ഭഗവാന് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന് പോലും അവരോട് ആകർഷണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. എനിക്ക് ഭഗവാന്റെ ഭക്തി കിട്ടിയാൽ മാത്രം മതി, വേറെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ വേറെ ഭൗതികമായിട്ടുള്ള നേട്ടമോ മോക്ഷം പോലും ആഗ്രഹമില്ല എന്ന് വിചാരിച്ച് ഭക്തി ചെയ്യുന്ന ആ ഭക്തനോട് ഭഗവാന് പോലും ആകർഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദേവന്മാരോടോ ലക്ഷ്മി ദേവിയോടോ പോലുമുള്ള ആകർഷണത്തെക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരോട് ഭഗവാൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവരുടെ കൂടെ അവരുടെ ആശ്രിതനായി കഴിയാനാണ് ഭഗവാൻ ആഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പൊ പാണ്ഡവർക്ക് അങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാരായോ, അതുകൊണ്ട് അവരുടെ കൂടെ കഴിയാൻ ഭഗവാൻ എപ്പോഴും വലിയ താല്പര്യമുണ്ടായിരുന്നു. ഉദ്ധവരെ പോലെയുള്ള ഭക്തന്മാർ, ഭഗവാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഉദ്ധവരോടാണ് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിക്കുന്നതിൽ ഭഗവാന് വലിയ താല്പര്യമാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഭൗതികമായിട്ട് ആഗ്രഹിക്കാതെ ഭക്തി ചെയ്യുന്ന, ഭഗവാനെ തൃപ്തനാക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് വളരെ ലളിതമായി വളരെ സരളമായിട്ട് ഭക്തി ചെയ്യുന്ന ആ ഭക്തന്മാരോട് ഭഗവാനും വലിയ ആകർഷണമാണ്. ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഭക്തന്മാർ ചെയ്യുന്ന ഭക്തി പ്രവർത്തനം ഭഗവാനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ, വസ്തുക്കൾ ഭഗവാൻ വളരെ സ്നേഹപൂർവം സ്വീകരിക്കും എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്. ഭക്ത്യാ യോമേ ഭക്ത്യാ പ്രയച്ഛത് തദഹം ഭക്തിവഹൃതം അശ്നാമി പ്രയതാത്മന. പ്രേമപൂർവം സ്നേഹപൂർവം എനിക്ക് ഏതെങ്കിലും ഭക്തൻ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ, അത് ഞാൻ വളരെ സ്നേഹപൂർവം സ്വീകരിക്കും, അതെന്നെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു. പ്രേതാം പ്രീതിപൂർവകം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. ഭക്തിയില്ലാതെ, ഭഗവാനോട് താല്പര്യമില്ലാതെ ചെയ്യുന്ന സമർപ്പണങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ആ ഭാവമാണ്, ഭക്തന്റെ ഭാവമാണ് സ്വീകരിക്കുന്നത്, ആ രസമാണ് ഭഗവാൻ ആസ്വദിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ആ ഭഗവാനും ഭക്തനോട് ആകർഷണമുണ്ട്, ഭഗവാനും നമ്മുടെ ഭക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ശുദ്ധഭക്തന്മാരുടെ ഭക്തി സേവനം ഭഗവാനെ വളരെയധികം സംതൃപ്തനാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതേപോലെ മറ്റൊരാഗ്രഹവും ഇല്ലാതെ, ഭൗതികമായിട്ടുള്ള ആഗ്രഹമൊന്നും ഇല്ലാതെ, ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ ന ധനം ന ജനം ന സുന്ദരി കവിതാംബ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തി അഹൈതുരി ത്വയി. എനിക്ക് ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉയർന്ന നിലവാരത്തിൽ ഭക്തി സേവനം ചെയ്യണമെന്നാണ് പ്രജേതസ്സുകൾക്ക് നാരദ മഹർഷി ഉപദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവരോട് ഭഗവാനും വലിയ തൃപ്തിയാണ് എന്ന് നാരദ മഹർഷി പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കേട്ട സമയത്ത് അതിനുശേഷം നാരദ മഹർഷി തിരിച്ച് സ്വന്തം ലോകത്തിലേക്ക്, ബ്രഹ്മലോകം യയോ സ്വയംഭുവോ ഇതി പ്രജേതസോ രാജൻ അന്യാശ ഭഗവത് കഥ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയോ സ്വയംഭുവോ മുനി. അങ്ങനെ പ്രജേതസ്സുകളെ ഉപദേശിച്ചതിന് ശേഷം, ശ്രാവയിത്വ പറഞ്ഞു കൊടുത്തതിന് ശേഷം നാരദ മഹർഷി എങ്ങോട്ടാണ് പോയത്? ബ്രഹ്മലോകത്തിലേക്ക് പോയി. ബ്രഹ്മലോകത്തിന്റെ ഭാഗമായിട്ടുള്ള സിദ്ധലോകവാസിയാണ് യഥാർത്ഥത്തിൽ നാരദ മഹർഷി. അപ്പോൾ അദ്ദേഹം തിരിച്ച് സിദ്ധലോകത്തിലേക്ക്, ബ്രഹ്മലോകത്തിന്റെ ഭാഗമായിട്ടുള്ള സിദ്ധലോകത്തിലേക്ക് തിരിച്ചുപോയി. ഇവിടെ നാരദ മഹർഷി പറഞ്ഞിട്ടുള്ളത് സ്വയംഭുവൻ എന്നാണ്, സ്വയംഭുവോ മുനി എന്നാണ് അല്ലെ. കാരണം എന്താണ്? സ്വയംഭുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മാവ്. സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വയംഭുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ പുത്രനായതുകൊണ്ടാണ്
സ്വയംഭൂവൻ എന്നിവിടെ നാരദ മഹർഷിയെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള മാനസപുത്രനായിട്ടുള്ള നാരദ മഹർഷി തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം പ്രജേതസ്സുകൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ദേവി തന്മുഖനിര്യാതം യശോ ലോകമലാപഹം ഹരേർനിശമ്യതത്പാദം ന്യായം തദ്ഗതിം യയോ. നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടപ്പോൾ പ്രജേതസ്സുകൾക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ഇല്ലാതായി. അവർക്ക് ആത്മീയമായിട്ട് പെട്ടെന്ന് തന്നെ ഉയരാൻ സാധിച്ചു. അവർക്ക് പൂർണ്ണ ഭക്തി സേവനം ഭഗവാൻ അർപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ശുദ്ധഭക്തന്മാരിൽ നിന്നും കേൾക്കുന്നതിന്റെ പ്രയോജനം അതാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത് ഭഗവാനെ കുറിച്ച് അറിയുന്ന, ഭഗവാന്റെ സാക്ഷാത്കാരം നേടിയ ഭക്തന്മാരിൽ നിന്നാണ് എന്നിവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. നമ്മൾ ആരുടെയെങ്കിലും മുഖത്ത് നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടത് കൊണ്ട് അതിന്റെ മാറ്റമുണ്ടാവുന്നില്ല, അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നില്ല, അല്ലെ? ഹരികഥ എല്ലാവരും പറയും. പക്ഷേ സർപ്പോച്ഛിഷ്ടം പയോമുഖ, സർപ്പോച്ഛിഷ്ടമായിട്ടുള്ള സർപ്പം പാലിന്റെ ബാക്കി നമ്മൾ കുടിച്ചാൽ അതിലും വിഷമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ആസുരികമായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്തി ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് കേൾക്കരുത് എന്ന് ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്നുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നുമാണ് ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത്. അതിന്റെ ഫലം എന്താണ്? ആ കേൾക്കുന്നവർക്കും ഭഗവാനോടുള്ള ഭക്തി വളരെയധികം വർദ്ധിക്കും. അവർക്ക് ഭഗവാനിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകും. ഭഗവാനോടുള്ള ഭക്തി സേവനം ചെയ്യാനുള്ള ഉണർവ് അവർക്കുണ്ടാകും. അങ്ങനെ പ്രജേതസ്സുകൾക്കും സംഭവിച്ചു. പ്രജേതസ്സുകൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടി, ഉണർവോടുകൂടി, പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട്, മയ്യർപ്പിത മനോബുദ്ധിയ, മനസ്സും ബുദ്ധിയും പൂർണ്ണമായിട്ടും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭക്തി സേവനം ചെയ്തു. അങ്ങനെ അവസാന സമയത്ത് പ്രജേതസ്സുകളുടെ അവസാന സമയത്ത് പൂർണ്ണ ഭക്തി സേവനത്തിൽ മുഴുകാൻ അവർക്ക് നാരദ മഹർഷിയുടെയും ഭഗവാന്റെയും മഹാദേവന്റെയും അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അങ്ങനെ അവരെ തിരിച്ച് തദ്ഗതി, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണോ പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവത് സേവനം ചെയ്യുന്നത്, അവർക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും എന്ന് ഭഗവാൻ ഗീതയിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. മയ്യർപ്പിത മനോബുദ്ധിം മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേഷസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. 18-ാമത്തെ അധ്യായത്തിൽ 65-ാമത്തെ ശ്ലോകം ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നു. പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രേമപൂർവം ആരാണോ സേവിക്കുന്നത്, നിരന്തരം ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ പ്രജേതസ്സുകളും ഭഗവാന്റെ അടുത്തേക്ക്, അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നിവർത്തന്തേ തദ്ധാമ പരമം മമ, ഭഗവാന്റെ ധാമത്തിലേക്ക് അവർ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ പറയുന്ന സംഭാഷണമാണ്. മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലെ? ധ്രുവ മഹാരാജാവിന്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ധ്രുവ മഹാരാജാവിന്റെ ചരിത്രം പറയാൻ എന്താണ് കാരണം? മനുവിന്റെ കർമ്മങ്ങളെ കുറിച്ച് വിദുരർ ചോദിച്ചിട്ടുണ്ടായി. സ്വയംഭുവ മനു ആദ്യത്തെ മനുഷ്യനാണ് എന്ന് കേട്ട സമയത്ത്, സ്വയംഭുവ മനുവിന്റെ പുത്രന്മാരെ കുറിച്ചും പുത്രിമാരെ കുറിച്ചും ഒക്കെ കേട്ട സമയത്ത് സ്വയംഭുവ മനു എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാൻ വിദുരർക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയംഭുവ മനുവിന്റെ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്വയംഭുവ മനുവിന്റെ വംശാവലി പറയുന്നത്. സ്വയംഭുവ മനുവിന്റെ 5 മക്കളെ കുറിച്ച് പറഞ്ഞു. 5 മക്കളിൽ 3 പുത്രിമാരും 2 പുത്രന്മാരും, ആഹൂതി, ദേവഹൂതി, പ്രസൂതി, അവരുടെ വംശത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 2 പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു. മൂത്ത പുത്രൻ പ്രിയവ്രതൻ, 8-ാമത്തെ പുത്രനാണ് ഉത്താനപാദൻ. പക്ഷേ പ്രിയവ്രതൻ ആദ്യം വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ബ്രഹ്മചര്യ ആശ്രമത്തിലായിരുന്നു. ഉത്താനപാദനാണ് ആദ്യം വിവാഹം ചെയ്തത്. ഉത്താനപാദനാണ് ആദ്യം മക്കളുണ്ടായത്. മാത്രമല്ല ധ്രുവ മഹാരാജാവ് ഉത്താനപാദന്റെ വംശത്തിലാണ് വരുന്നത്. അതുകൊണ്ടെല്ലാം തന്നെ മൈത്രേയ മഹർഷി ആദ്യം പറഞ്ഞിട്ടുള്ളത് ഉത്താനപാദന്റെ വംശത്തെ കുറിച്ച്. ഉത്താനപാദന്റെ പുത്രൻ ധ്രുവൻ. ആ ധ്രുവന്റെ ചരിതം പറഞ്ഞ സമയത്ത്
ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്രുവന്റെ മഹാത്മ്യം പിന്നീട് നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നാരദ മഹർഷി ധ്രുവചരിതവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ പറയുന്നുണ്ട്, ധ്രുവന്റെ ചരിത്രം നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് വിതുര, ആരാണ് പ്രചേതസ്സുകൾ, അവരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ധ്രുവന്റെ വംശാവലി പറയുന്നതും. അവസാനം അംഗരാജാവ്, പിന്നീട് വേനൻ പൃഥുമഹാരാജാവ്, പ്രാചീന പരീക്ഷത്തിന്റെ പുത്രന്മാരായിട്ടുള്ള പ്രചേതസ്സുകളുടെ ചരിത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ആ ഉത്ഥാനപാദന്റെ വംശാവലി ഇവിടെ അവസാനിക്കുകയാണ് പ്രചേതസ്സുകളോടുകൂടി. അതിനുശേഷം പ്രചേതസ്സുകൾക്ക് പിന്നീട് പുത്രനുണ്ടായി ദക്ഷന്റെ പുനർജന്മമാണ് പ്രചേതസ്സുകളുടെ പുത്രൻ. ആ ദക്ഷന്റെ വംശം വീണ്ടും അങ്ങനെ വർദ്ധിച്ചു പോകുന്നുണ്ട്. ദിതി ഇവരൊക്കെ ദക്ഷന്റെ പുത്രന്മാരാണ്. ആദിത്യന്മാരും ദൈത്യന്മാരുമൊക്കെ പ്രചേതസ്സുകളുടെ വംശത്തിലാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അവരുടെ വംശം തുടർന്നു പോകുന്നുണ്ട്. പക്ഷെ ആ വംശം വിശദീകരിക്കുന്നത് മൈത്രേയ മഹർഷി ഇവിടെ നിർത്തി. പിന്നീട് അടുത്ത പുത്രനായിട്ടുള്ള സ്വയംഭൂമനുവിന്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതനെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ ഒരു സ്കന്ധം അവസാനിക്കുകയാണ്. അടുത്ത സ്കന്ധത്തിൽ, 8ാമത്തെ സ്കന്ധത്തിലാണ് പ്രിയവ്രതന്റെ വംശത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. അത് നമ്മൾ അടുത്ത സ്കന്ധം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മൈത്രേയ മഹർഷി ഉത്ഥാനപാദന്റെ ആ ഒരു വംശം വിവരിക്കുന്നത് ചുരുക്കുന്നു. എനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ ഈ ഒരു മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞ് അവിടെ ആ ഒരു ഉത്ഥാനപാദന്റെ വംശാവലി ചരിത്രം ഉപസംഹരിക്കും. അടുത്ത ശ്ലോകങ്ങളിൽ ഇനി ഞാൻ പ്രിയവ്രതനെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी। ഭവനം അത് ജപിച്ചു. जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद।